ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ അമേരിക്കൻ പെർസ്പെക്റ്റീവിൽ എന്താണ് ഈ ഒരു താരിഫ് ഹൈക്ക് ചെയ്തത്, ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്താണ് കൃത്യമായി ഉദ്ദേശിക്കുന്നത്, അവരെന്തിനാണ് ചൈനയെ മാത്രം മാറ്റി നിർത്തിയത്, അതിലുപരിയായിട്ട് കാനഡയ്ക്കും കൂടെ ചെറിയ പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് പുതിയ നയങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് വന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ തന്നെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അപ്പോൾ ഈ ഒരു സ്ലോഗനുമായിട്ടാണ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ഒരുപാട് ടെക്കികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കുറച്ച് ബ്രില്യൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു വിഷനോട് കൂടി മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിച്ച് മുന്നോട്ട് വന്നത്. സോഫാർ അവരുടെ US എയ്ഡ് ആയിക്കോട്ടെ, ഡോച്ച് കമ്മിറ്റി ആയിക്കോട്ടെ, നാറ്റോ സ്പെൻഡിങ്ങിനെ കുറിച്ച് ആയിക്കോട്ടെ, അതേപോലെ യുണൈറ്റഡ് നേഷൻസിന്റെ പല ഫോറംസിൽ നിന്നും പുറത്തു വന്നതായിക്കോട്ടെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതേപോലത്തെ സംഘടനകളിലൊക്കെ പുറത്തു വന്നത്, ഇതെല്ലാം തന്നെയും എക്സ്ട്രാ ഫണ്ട് കട്ടിങ്ങിന്റെ ഭാഗമായിരുന്നു. അതായത് US-ന്റെ സ്പെൻഡിങ് കുറയ്ക്കണം എന്നുള്ള ബേസിസിലാണ് ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ എടുത്തത്. ഈ നടപടിക്രമങ്ങൾ, ഈ ഡോജ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ US എയ്ഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തിയെങ്കിലും അതൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ആ തീരുമാനങ്ങൾ. പക്ഷേ ഈ താരിഫിലേക്ക് വന്നപ്പോഴത്തേക്കും ഇതൊരു ഗ്ലോബൽ ഇമ്പാക്ട് ഉണ്ടാക്കി. അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ ഇതിനെ ട്രേഡ് വാർ എന്ന് വിളിച്ചു തുടങ്ങിയത്. പക്ഷെ ശരിക്കും ഇത് ട്രേഡ് വാർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു ലോങ് പെർസ്പെക്റ്റീവ് ആണ് നമ്മളിപ്പോൾ ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അതായത് ഇത് കംപ്ലീറ്റ്ലി വൈറ്റ് ഹൗസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഇപ്പൊ ഇതിനകത്ത് നിന്നും നമ്മൾ ഇന്ത്യയുടെ ട്രേഡ്, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട താരിഫ് വാർ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഗ്ലോബൽ വ്യൂ പോയിന്റിൽ അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പൂർണ്ണ രൂപമാണ് ഈ വീഡിയോ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്രദമാവും. കാരണം ഒരു മെയിൻ സ്ട്രീം ചാനലിലും ഈ വിഷയം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. പലരും പല രീതിയിലുള്ള താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം, തൽക്കാലമുള്ള ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഞാൻ ഇത് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. കാരണം ഇതിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിഷൻഫുൾ ആണ്. ഇത് മൂന്നാമതൊരു ടേം കൂടി എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും എന്ന് ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ പ്ലാനിങ് നടപ്പിലാക്കുമ്പോഴത്തേക്കും ഇവിടെ സംഭവിക്കാനിരിക്കുന്നത്. കാരണം ഈ ഒരു 4 വർഷം ട്രംപിന് തികയില്ല. അതാണ് നമുക്ക് ഈ ഒരു പ്ലാൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് US വെപ്പണൈസിങ് ഡോളേഴ്സ്, അതായത് അമേരിക്കയാണോ ഈ ഒരു ഡോളറിനെ വെപ്പണൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ബേസിക് കറൻസി ഡോളറാണ്. പിന്നെ അവിടെ അവരെവിടെ പോയി ഡീൽ ചെയ്താലും ഡോളേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിനെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇന്ത്യൻ കറൻസി ഇന്ത്യൻ റുപ്പിയാണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയി റുപ്പി വെച്ച് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റുപ്പിയെ വെപ്പണൈസ് ചെയ്യുന്നു പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് അമേരിക്ക ഡോളറുമായിട്ട് ഇടപെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഒരിക്കലും ഡോളറിനെ വെപ്പണൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ പറയാൻ പറ്റില്ല. ഗ്ലോബലി പല വാർത്താ മാധ്യമങ്ങളും ഈ ഒരു ഡോളർ വെപ്പണൈസ് ചെയ്യുന്നതായിട്ടുള്ള ടാക്ടിക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് വേർഡിങ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ യാതൊരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്. കാരണം അമേരിക്കയുടെ ബേസ് കറൻസി തന്നെ US ഡോളറാണ്. പിന്നെ അവർ അത് വിട്ടിട്ട് വേറൊരു കറൻസി എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഡോളറിനെ വെപ്പണൈസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. ചൈനയാണ് ഇന്ന് US എങ്ങനെ ചലിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ചൈന തീരുമാനിക്കും US എങ്ങനെ പെരുമാറണം എന്നുള്ളത്, US-നെ എവിടെ വരിഞ്ഞു മുറുക്കണം എന്നുള്ളതൊക്കെ ചൈനയാണ് തീരുമാനിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഇതിന് വഴി വെച്ച് കൊടുത്തതാരാണ്? ഇതിന് വഴി ഒരുക്കിയത് അമേരിക്ക തന്നെയാണ്. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ബയാസ്ഡോ അല്ലെങ്കിൽ അമേരിക്കൻ ഓറിയന്റഡ്, ചൈനയ്ക്കെതിരെ അങ്ങനെയൊന്നുമില്ല. ഇത് വളരെ ഫാക്റ്റ് ആയിട്ടാണ് കാര്യം പറയുന്നത്. പിന്നെ ഇതിനകത്ത് ചൈനയെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അമേരിക്കയെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ആ രീതിയിലുള്ള നിലപാടെടുക്കാം. മിഡിലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ എടുക്കാം. കാരണം ഇന്ത്യക്ക് അന്ന് ന്യൂക്ലിയർ വെപ്പൺ മാനുഫാക്ചറിങ് ചെയ്തതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയുമായിട്ട് ഉണ്ടായിരുന്നു. കാരണം അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ആ രീതിയിലായിരുന്നു നിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേസമയം നമ്മൾ മനസ്സിലാക്കണം, ചൈന 1962 ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ കുറെ സ്ഥലങ്ങളൊക്കെ കയറി പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു യുദ്ധത്തിന്റെ എൻഡ് ഓഫ് ദ ഡെക്കേഡിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ചൈന വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ അമേരിക്ക ചൈനയെ കുറേയേറെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആ വളർത്തിവിട്ട ചൈനയാണ് ഇന്ന് അമേരിക്കക്കെതിരെ നിൽക്കുന്നത്, അമേരിക്കയെ റൂയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമേരിക്കയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പം മറ്റുള്ള രാജ്യങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ട്രംപ് ഇത് മനസ്സിലാക്കിയത് 2 വിഷയങ്ങളാണ്. ഈ 2 വിഷയങ്ങൾ എന്താണ് സംഭവിച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്. ട്രേഡ് ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും അമേരിക്കയുടെ എനിമീസ് ആണെന്നാണ് ട്രംപ് പറയുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, അതായത് ഒരു രാജ്യം പ്രപ്പോസ് ചെയ്യുന്ന ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടുള്ള, എക്സ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യാനുള്ള, ഗവൺമെന്റ് സ്പെൻഡിങ്ങിനുള്ള പൈസ കയ്യിൽ ഇല്ലാതെ വരുന്നതാണ് ഈ ഒരു ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന കുറവ്, അത് നികത്താൻ പറ്റാതെ അമേരിക്കയുടെ സിറ്റുവേഷൻ ഉണ്ടാകുകയാണ്. എന്തുകൊണ്ടാണ്? വർഷങ്ങളായിട്ട് 1974 ശേഷം അമേരിക്കയിൽ സർപ്ലസ് ഉണ്ടായത് വളരെ വിരലിൽ എണ്ണാവുന്ന നമ്പേഴ്സ് മാത്രമാണ്. ഏതാണ്ട് 4 തവണ 1974 ശേഷം
സർപ്ലസ് ഉണ്ടായിട്ടുള്ളത് 4 പ്രാവശ്യം മാത്രമാണ്. ലാസ്റ്റ് സർപ്ലസ് അമേരിക്കയ്ക്ക് ഉണ്ടായത് 2001 എങ്ങാണ്ടാണ്. അതിനിപ്പുറം അമേരിക്കയ്ക്ക് സർപ്ലസ് എന്ന് പറഞ്ഞൊരു സാധനമേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രസിഡന്റ് വന്നിട്ട് പറയുകയാണ്, അതായത് ഞാൻ എല്ലാ ഫണ്ടും നിർത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു താരിഫും കൂടി അങ്ങോട്ട് കയറി വരുന്നത്. അല്ലാതെ ഇത് ലോകമെമ്പാടും ട്രേഡ് വാർ പ്രഖ്യാപിച്ചതൊന്നും അല്ല. അപ്പോൾ ഒരു ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഒരു ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇതിലെ മേജർ പോർഷൻ, ഇപ്പൊ ഈ മേജർ പോർഷൻ വെച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ്. ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ചൈനയെ മാത്രം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കേസ് ടു കേസ് നമുക്ക് നോക്കാം. എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ്. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രേഡ് വോളിയം. എത്ര മാത്രമാണ് ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ്, എത്ര വലുതാണ് ഇത് ട്രേഡ് ഡെഫിസിറ്റ്? അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ചൈന സന്ദർശിക്കുകയും അതേപോലെ തന്നെ ഈ ഒരു ട്രേഡ് പാക്ട് റിന്യൂ ചെയ്യുകയും കൂടുതൽ അമേരിക്കയിൽ നിന്നും സാധനങ്ങൾ ചൈന മേടിക്കണം എന്നുള്ള രീതിയിലുള്ള ചില എഗ്രിമെന്റുകളൊക്കെ വെച്ചിട്ടാണ് ക്ലിന്റൺ ഒക്കെ പോകുന്നത്. പക്ഷേ ഒരു സാഹചര്യത്തിലും ചൈന ഏറ്റവും കൂടുതൽ സാധനം അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് മേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ട്രേഡ് ഡെഫിസിറ്റ് ആവാം, കുറഞ്ഞ തോതിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ്. പർപ്പസ്ഫുള്ളി ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കണ്ണടച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ചൈനയുടെ മാനുഫാക്ചറിങ് അത്ര മാസീവ് ആയിരുന്നു, ചൈനയുടെ എക്സ്പോർട്ട് അത്ര മാസീവ് ആയിരുന്നു. 1989 ടിയാൻമൻ സ്ക്വയറിൽ കൂട്ടക്കൊലയാണ് ചെയ്തത് ചൈന. ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആയിക്കോട്ടെ, ഒരുപാട് മനുഷ്യജീവൻ പൊലിഞ്ഞിട്ടുണ്ടായിരുന്നു 1989 ടിയാൻമൻ സ്ക്വയർ പ്രൊട്ടസ്റ്റിൽ. അപ്പൊ അതിനൊന്നും അമേരിക്ക ഒരു രീതിയിലുള്ള നടപടി എടുത്തിട്ടില്ല. കണ്ടും കാണാത്ത മട്ടും കണ്ണടച്ച് പോവുകയാണ് ചെയ്തത്. കാരണം അമേരിക്ക അന്ന് ചൈന കൂടുതൽ പ്രോഡക്റ്റ്സ് ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യും എന്നുള്ള വിശ്വാസത്തിലൊക്കെ അങ്ങ് മുന്നോട്ട് പോയായിരുന്നു. അപ്പോഴൊക്കെ ഇന്ത്യയെ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതും കൂടെ നമ്മൾ മറക്കാതിരിക്കണം. ഇന്നും അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അമേരിക്ക ഇന്ത്യയെ ഈ രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അമേരിക്കയുടെ ഇതുനാൾ വരെയുള്ള ഇന്ത്യയുമായിട്ടുള്ള നിലപാട് അത് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമൊന്നുമില്ല. പിന്നെ ഈ വീഡിയോ ഞാൻ അമേരിക്കൻ പെർസ്പെക്റ്റീവിൽ പറയുന്നത് കൊണ്ട് അമേരിക്കയുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അമേരിക്കൻ പെർസ്പെക്റ്റീവിൽ ഈ ഒരു വിഷയം വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ചൈനയുടെ ഒരു എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് $430 ബില്യൺ ആണ്. അതിൽ 430, 20, 30, 20 ആ രീതിയിലാണ് ചൈന എക്സ്പോർട്ട് ചെയ്യുന്നത് US-ലോട്ട്. അതേപോലെ ചൈന ഇറക്കുമതി ചെയ്യുന്നത് 150 ബില്യൺ പ്ലസ്, അത് 150, 60, 170 ആ രീതിയിലാണ്. അപ്പൊ ആവറേജ് ഒരു 250 ബില്യണിൽ കുറയാതെ ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും തമ്മിൽ നിലവിലുണ്ട്. ഇത് ഏറ്റവും വലുതാണ്, ഹ്യൂജ് ആണ്. ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയും ചൈനയുമായിട്ട് ഈ രീതിയിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് അമേരിക്കയ്ക്കാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരം ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയുമായിട്ട് നിലനിൽക്കെ എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഡോളർ ചൈനയ്ക്കുള്ളിൽ വരികയാണ്. ഏറ്റവും കൂടുതൽ ഡോളർ ചൈനയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഈ ഡോളറിനെ കൊണ്ട് ഒരു ആവശ്യമില്ല. ഇന്റർനലി അവരുടെ രാജ്യത്തിനുള്ളിലെ കറൻസി യുവാൻ ആണ്. അപ്പൊ യുവാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡോളർ അവർ ഉപയോഗിക്കുന്നില്ല. ഈ ഡോളർ എക്സസീവ് ആയിട്ട് അവരുടെ കയ്യിൽ വരികയാണ്. അപ്പൊ ഈ എക്സസീവ് ആയിട്ടുള്ള ഡോളർ വെച്ചിട്ട് ചൈന എന്താണ് ചെയ്യുന്നത്? എക്സസീവ് ആയിട്ടുള്ള ഡോളർ വെച്ചിട്ട് ചൈന ചെയ്യുന്നത്, ചൈന US-ന്റെ ബോണ്ട്, ട്രഷറി ബോണ്ട് പർച്ചേസ് ചെയ്യാണ്. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബോണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് ഈ ബോണ്ട് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം അമേരിക്കയ്ക്ക് ഒരു ട്രേഡ് ഡെഫിസിറ്റ് കൊണ്ട് അവരുടെ ബഡ്ജറ്റ് ഫുൾഫിൽ ചെയ്യാൻ അവരുടെ ഉള്ളിൽ പൈസ ഇല്ലാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് കടംപത്രം കൊടുത്തിട്ട് ഈ ഒരു പൈസ റിസീവ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ റിസീവ് ചെയ്ത പൈസയാണ് അമേരിക്കയുടെ ഉള്ളിൽ വീണ്ടും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗവൺമെന്റ് സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഗവൺമെന്റ് സ്പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, അതേപോലെ അവരുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിന് കൊടുക്കുന്ന സർവീസ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലത്തെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വർക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഇതേപോലെ പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ട കാരണം കൊണ്ടാണ് അമേരിക്ക ഈ രീതിയിൽ ബോണ്ട് മേടിച്ചു കൂട്ടി ഇങ്ങനെ 36 ട്രില്യൺ കടത്തിലെത്തി നിൽക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെ ഗണ്ണിക്കാം, ഇത് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ബേസിക് റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് ഇത് ട്രേഡ് ഡെഫിസിറ്റ് കൊണ്ടാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. ട്രേഡ് ഡെഫിസിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചൈനയുടെ കയ്യിൽ ഇത്രയും ഡോളേഴ്സ് വരത്തില്ലല്ലോ. ഈ ഡോളർ അമേരിക്കയിൽ ഉണ്ടാവേണ്ടതല്ല. ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ്, ഈ ഫിസിക്കൽ ഡെഫിസിറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പോർഷൻ ആണ് ഈ ട്രേഡ് ഡെഫിസിറ്റ്. ഇതാണ് മേജർ ആയിട്ട് അമേരിക്കയുടെ ഉള്ളിൽ ബഡ്ജറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോകുന്നതിന്റെ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പൊസിഷനിൽ വന്ന ഉടനെ തന്നെ ഈ ഒരു എയ്ഡ് കട്ട് ചെയ്തത്. US എയ്ഡ്. എന്തിനാണ് പൈസ ഇങ്ങനെ കൊടുത്ത് ചെലവാക്കുന്നത് വെറുതെ? US-ന് അല്ലാതെ തന്നെ പല രീതിയിലും പ്രശ്നങ്ങളാണ്. ഒരുപാട് പേര് ട്രേഡ് നടത്തി ഡെഫിസിറ്റ് ഉണ്ടാക്കി പൈസ കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് നാറ്റോയ്ക്ക് സ്പെൻഡിങ്, വിച്ച് ഈസ് നോട്ട് ഈവൻ ബെനിഫിറ്റ് ഫോർ അമേരിക്ക. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അമേരിക്ക എന്തിനാണ് നോക്കുന്നത് എന്നുള്ള നിലപാടെടുക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, ഫ്രസ്ട്രേഷൻ ആയിട്ട് ഈ ഫണ്ടിങ് ഒക്കെ നിർത്താം എന്നുള്ള നിലയിലുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ കണ്ട പ്രൊസീജിയേഴ്സ് മൊത്തം നടപ്പിലാക്കിയത്. ഡോഡ്ജിന്റെ കീഴിൽ കൊണ്ടുവന്നതും ഈ ഫണ്ടിങ് സിസ്റ്റം മൊത്തം നിർത്തലാക്കിയതും. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായല്ലോ ട്രംപ് എവിടെയാണ് വരുന്നത് എന്നുള്ളത്. ട്രംപ് എന്താണ് ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഇതാണ് ട്രംപ് ചിന്തിക്കുന്നത്.
ഇതിലുപരിയായിട്ട് ചൈന അമേരിക്കയെ കാർന്ന് തിന്നുന്ന വേറൊരു വിഷയം കൂടെ ഉണ്ട്. എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ട്രേഡ് ഡെഫിസിറ്റ് $100 ആണെന്ന് വെച്ചോ. ഇപ്പൊ ചൈനയുടെ കയ്യിൽ ട്രേഡ് ഡെഫിസിറ്റ് മൂലം കിട്ടിയ ലാഭം സർപ്ലസ് ഫോർ എക്സാമ്പിൾ $100 ആണെന്ന് വെച്ചോ. ഈ $100 ചൈന എന്താണ് ചെയ്യുന്നത്? ചൈന ചെയ്യുന്നത് $20 ട്രഷറിയിൽ, അമേരിക്കൻ ട്രഷറിയിൽ നിക്ഷേപിക്കുന്നു. ബാക്കിയുള്ള $80 വെച്ചിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? മറ്റുള്ള ഇതര പ്രവർത്തികൾ ചെയ്യുന്നതാണ്. ഇതര പ്രവർത്തികൾ എന്താണ്? മെക്സിക്കോയിൽ പോയി സ്ഥലം മേടിക്കുക, മെക്സിക്കോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കാനഡയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് അമേരിക്കക്കെതിരെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണോ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എവിടെ നിന്നാണോ നീ പൈസ ഉണ്ടാക്കിയത്, എവിടെ നിന്നാണോ നീ കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കിയത്, ആ പൈസ എടുത്ത് അവനെതിരെ തന്നെ നീ പ്രവർത്തിക്കുന്നു. അതാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇത് അമേരിക്കൻ പെർസ്പെക്റ്റീവിലുള്ള കാഴ്ചപ്പാടാണ്. മനസ്സിലായോ? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു അമേരിക്കൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള $80 എടുത്തുകൊണ്ട് മിനറൽ മൈനിങ് ചെയ്യുക. മിനറൽ മൈനിങ് എന്ന് പറഞ്ഞാൽ മെക്സിക്കോ ഉൾപ്പെടെ ആഫ്രിക്കൻ റീജിയൻ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഇവർ ഈ $80 ഉപയോഗിച്ച് പല പല അസറ്റുകൾ സ്വന്തമാക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും റെയർ എർത്ത് മിനറൽ പോലത്തെ സംഭവങ്ങളൊക്കെ സ്വന്തമാക്കുകയാണ്. സ്വന്തമാക്കിയിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഈ റെയർ എർത്ത് മെറ്റലെ വെച്ചുകൊണ്ട് തന്നെ അമേരിക്കയെ ഗണ്ണിക്കുന്നു. അമേരിക്കയ്ക്ക് ഈ റെയർ എർത്ത് മെറ്റൽ ഞങ്ങൾ തരില്ല എന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ടായത് എവിടെ നിന്നാണ്? ബേസിക് ആയിട്ട് അമേരിക്കയുമായിട്ട് ട്രേഡ് നടത്തി പൈസ ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഇപ്പൊ ഇതെല്ലാം സ്വന്തമാക്കാൻ കഴിഞ്ഞത് ചൈനയ്ക്ക്. അപ്പൊ അതിനെ എങ്ങനെ മറികടക്കണം, അതിനുവേണ്ടി എങ്ങനെ കൗണ്ടർ ചെയ്യണം എന്നാണ് അമേരിക്ക ഇപ്പൊ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക റിറ്റാലിയേറ്റ് ചെയ്യാണ്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ട്രംപ് പറയുന്ന മെക്സിക്കോ, കാനഡ ഇവരെല്ലാം തന്നെ അമേരിക്കയുടെ ഫ്രണ്ട് അല്ല എന്ന് ട്രംപ് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? കാരണം അവർ ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് ദോഷകരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് അമേരിക്ക ഏത് രീതിയിലുള്ള പോളിസിയാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചൈനയ്ക്ക് അവരുടെ രാജ്യത്തിൽ കടന്നു കയറാനും, ചൈനയ്ക്ക് അൺഒഫീഷ്യലായിട്ട് കാനഡയ്ക്കുള്ളിൽ പോലീസ് സിസ്റ്റം വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തികൾക്കൊക്കെ കൂട്ടുനിൽക്കാൻ മെക്സിക്കോ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുണ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അലിഗേഷൻ ആയിട്ട് ട്രംപ് കാനഡ, മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ പറയുന്നത്. ഇപ്പൊ ഒരു കണക്ഷൻ കിട്ടിയല്ലോ. ഇതാണ് ഇതിന്റെ പുറകിൽ കിടക്കുന്ന കണക്ഷൻ. പ്രധാനപ്പെട്ട കാരണം റൂട്ട് കോസ് ചൈനയാണ്. അപ്പൊ ഇതിൽ ഒരുപാട് വിഷയങ്ങൾ, ഇപ്പൊ യൂറോപ്പിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയും ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരുന്നു. ഇപ്പൊ യൂറോപ്പിൽ ഞാൻ വോക്സ് വാഗൻ എന്ന് പറഞ്ഞ ആ ഒരു കാർ കമ്പനിയുടെ വിഷയം ഞാൻ ഓൾറെഡി തന്നെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വോക്സ് വാഗൻ കമ്പനി ഒരു ചരിത്രമായി മാറിത്തീർന്നിരിക്കുകയാണ്. അതൊരു ഹിസ്റ്ററിയാണ്. ഇപ്പൊ ഇന്ന് വോക്സ് വാഗൻ ഒരു നമ്പർ 1 കമ്പനി അല്ല. അതല്ലാതാക്കിയതാരാണ്? ചൈനയാണ്. അതാണ് ഇപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു പറ്റം ആൾക്കാർ ലോകമെമ്പാടുമുള്ള പല രീതിയിലുള്ള ബിസിനസ്സുകളെയും തൊലച്ച് കൈ കൊടുത്തത് ചൈനയാണ്. അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഇപ്പൊ തിരിച്ചടി കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ 2 ടെർമിനോളജി പറയാം. MBB, മാനുഫാക്ചറിങ് ബബിൾ ബസ്റ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതേപോലെ HBB, ഹൗസിംഗ് ബബിൾ ബസ്റ്റ്. ഇത് രണ്ടും പറയാം. ഈ ഹൗസിംഗ് ബബിൾ ബസ്റ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബബിൾ ബസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ രണ്ടും സംഭവിക്കുന്നതിൽ ഇപ്പൊ ഹൗസിംഗ് ബബിൾ ബസ്റ്റ് ചൈനയിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. നിരന്തരമായിട്ട് അവർ ഈ ഹൗസിംഗ് പ്രോജക്റ്റുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് അവർ ഒരു കോവിഡോട് കൂടി ഇതിന്റെ തിരിച്ചടി കിട്ടി. അപ്പൊ അതിനകത്ത് ഒരുപാട് പൈസ പലർക്കും നഷ്ടപ്പെട്ട് കുറെ നഷ്ടത്തിലാണ് ചൈന ആ ഒരു വിഷയം ഡീല് ചെയ്ത് തീർത്തത്. ഇനിയിപ്പോ മാനുഫാക്ചറിങ് ബബിൾ ബസ്റ്റ്, ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് ചൈനയിൽ മാനുഫാക്ചറിങ് ബബിൾ ബസ്റ്റ് ആണ്. അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? ചൈന അൺകണ്ടീഷണലി ഫാക്ടറീസ്, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഒരുപാട് വൻതോതിൽ നീട്ടിരിക്കുകയാണ്. ഇപ്പൊ ചൈനയുടെ ഉൽപാദന ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈന ഇപ്പോഴും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന എന്തുകൊണ്ടാണ് അമേരിക്കയെ ഈ രീതിയിൽ എതിർത്ത് ഇങ്ങനെ താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഗ്ലോബലി അവർ പവർഫുൾ ആണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. കാര്യം എന്താണ്? അവരുടെ മാനുഫാക്ചറിങ് പ്രോഡക്റ്റുകൾ നിന്ന് പോയി കഴിഞ്ഞാൽ, എക്സ്പോർട്ടിങ് കുറഞ്ഞു കഴിഞ്ഞാൽ ചൈന പെടും. ഉറപ്പാണ്, 100%. കാരണം ചൈന ഏതാണ്ട് 5 രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ഒറ്റ അടിക്ക് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന ഒറ്റ കൺട്രി ഉൽപ്പാദിപ്പിക്കുന്നത്. USA, ജർമ്മനി, ജപ്പാൻ, UK, സൗത്ത് കൊറിയ, ഈ 5 രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ പ്രോഡക്റ്റ് ചൈന ഒറ്റ കൺട്രി ഉൽപ്പാദിപ്പിക്കും. അതാണ് ചൈനയുടെ കപ്പാസിറ്റി. അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്ക് ഈ ഒരു എക്സ്പോർട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ചൈന തീർന്ന് കൊലാപ്സ്ഡ്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചൈന എന്താണ് ചെയ്യുന്നത്? ചൈന ഈ ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ചൈന പല രാജ്യങ്ങളിലും ഫാക്ടറികൾ വികസിപ്പിക്കാനും പല രാജ്യങ്ങളിലേക്കും ഇത് എക്സ്പാൻഡ് ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ചൈനയ്ക്ക് കുറച്ചുകൂടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. കാരണം ഇവർ പല രീതിയിലും ഫാക്ടറികൾ എക്സ്പാൻഡ് ചെയ്താലും ആ രാജ്യങ്ങൾക്കും കൂടെ ബെനിഫിറ്റോ കമ്മീഷനോ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. ആ രാജ്യങ്ങൾ ഇതിന്റെ പേരിൽ താരിഫ്, ടാക്സ് ഇതൊക്കെ ചാർജ് ചെയ്യുമല്ലോ. ഇപ്പൊ ഇന്ത്യയിൽ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്തെങ്കിൽ നമ്മൾ GST 18% ചോദിക്കത്തില്ലേ? അപ്പൊ ഈ രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ അതിലൂടെ പ്രോഡക്റ്റിന്റെ വിലയൊക്കെ ഉയരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെ നോക്കിയാലും ചൈന മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് US-ന്റെ നിലപാട്. വിലയിൽ താരതമ്യേന കുറച്ച് ഉയർവുണ്ടാവും. അതുപോലെ തന്നെ അമേരിക്കയിലെ താരിഫും കൂടെ ഇമ്പോസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അമേരിക്കയുടെ ഉള്ളിലുള്ള പ്രോഡക്റ്റിന് കുറച്ചുകൂടെ അതിനേക്കാളും വില കുറച്ച് കൊടുക്കാൻ കഴിയും. ആ രീതിയിലാണ് അമേരിക്ക ചിന്തിക്കുന്നത്. ഇത് നമ്മൾ ഇത്ര എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ 2017 മെക്സിക്കോയുടെ ഉള്ളിൽ 0.3% ആയിരുന്നു അമേരിക്കയുടെ ഇലക്ട്രിക് കാറിന്റെ പ്രസൻസ്. പക്ഷെ അത് ഇന്ന് മെക്സിക്കോയുടെ ഉള്ളിൽ 20% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു.
ആ ഒരു മുന്നേറ്റം നമ്മൾ കാണാതെ പോകാൻ വയ്യ. അതായത് ലിറ്ററലി മെക്സിക്കോയുടെ ഉള്ളിൽ എവിടെ നോക്കിയാലും ചൈനീസ് കാറുകളാണ് എന്നുള്ളത് ചുരുക്കം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചൈനയുടെ ഒരു ഗ്രോത്ത്, ഈ ഗ്രോത്ത് ആണ് അമേരിക്കയുടെ പെർസ്പെക്റ്റീവിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. കാരണം ഇതെല്ലാം ഉണ്ടായത് എവിടെ നിന്നാണ്? അമേരിക്കയുടെ ഡോളറിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ചൈനയ്ക്ക് ഈ പൈസ എവിടെ നിന്നാണ്? ചൈന വേറെ ഏത് രാജ്യവുമായിട്ട് ട്രേഡ് ചെയ്തിട്ടാണ് ഇത്രയും സർപ്ലസ് ഉണ്ടാക്കുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ ട്രംപ് ചിന്തിക്കുന്നത് ഈ സർപ്ലസ് ആണ്. ഈ സർപ്ലസ് എങ്ങനെ കട്ട് ചെയ്യാം, ഈ സർപ്ലസ് കട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ അമേരിക്കയെ എങ്ങനെ ക്രിയേറ്റ് ആക്കാം എന്നുള്ളതാണ് ട്രംപ് ചിന്തിക്കുന്നത്. അപ്പൊ അതായത് മെക്സിക്കോ ഫുള്ളി ചൈന, യൂറോപ്പ് ഫുള്ളി ചൈന. യൂറോപ്പ് ആണെങ്കിൽ 50% ഇലക്ട്രിക് കാറുകൾക്ക് കുറെ വർഷങ്ങൾ കൊണ്ടേ താരിഫ് ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചൈനയുടെ ഇലക്ട്രിക് കാറുകൾക്ക്. എന്നിട്ട് പോലും അവർക്ക് വോക്സ് വാഗൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ യൂറോപ്പ് ഫുള്ളി ചൈനീസ് പ്രസൻസ്, മിഡിൽ ഈസ്റ്റുകൾ മൊത്തം ചൈനീസ് പ്രസൻസ്, ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അൺസ്റ്റോപ്പബിൾ ആയിട്ട് അമേരിക്കയുടെ കൺട്രോളിൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ ചൈന മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ഇന്നത്തെ പ്രശ്നം. പക്ഷെ ഇതെല്ലാം ഉണ്ടായത് അമേരിക്കയുടെ ഡോളറിൽ നിന്നാണെന്നുള്ളതാണ് അമേരിക്ക വളരെ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന്റെ ഫാക്റ്റും അവർ നിരത്തുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത് ചൈന ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിലാണ്. ഈ പെട്രോ കെമിക്കൽ റിഫൈനറീസ് ആണ്. ഈ പെട്രോ കെമിക്കൽ റിഫൈനറീസ് എന്താണ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്, പോളിസ്റ്റർ, വിനൈൽ, ടയർ, ഇമാതിരിയുള്ള പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ ഉത്പാദിപ്പിക്കുന്നത് ചൈനയാണ്. മെജോറിറ്റി ലോകത്ത് കാണുന്ന പ്ലാസ്റ്റിക് എല്ലാം തന്നെ അതിൽ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ ചൈന തന്നെയായിരിക്കും. പല രാജ്യങ്ങളിലും ഇതേപോലുള്ള ഫാക്ടറീസ് ഒക്കെ വളരെ വിരലിൽ എണ്ണാവുന്ന അത്ര മാത്രമേ കാണുള്ളൂ. ചൈനയിൽ അത് ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാവുന്നതാണ്. എന്ത് ചെയ്താലും അവർ വളരെ ഹ്യൂജ് ആയിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതുകൊണ്ടാണ് നമ്മൾ MBB, അതായത് മാനുഫാക്ചറർ ബബിൾ ബ്ലാസ്റ്റ് ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്നത്. ചൈന മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ 5 മുതൽ 15% മാത്രമേ ചൈനയ്ക്ക് ഉള്ളിൽ കൺസ്യൂം ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള 85% ചൈന എക്സ്പോർട്ട് ചെയ്തേ മതിയാവൂ. അപ്പൊ ഇങ്ങനെ താരിഫ് ഒക്കെ ഇമ്പോസ് ചെയ്ത് എക്സ്പോർട്ട് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ചൈന ചെറുങ്ങനെ ഇങ്ങനെ ഉള്ളിൽ തന്നെ അത് ബേൺ ആയി തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം ആ രീതിയിലാണ് ചൈനയുടെ ഒരു പോക്ക്. എന്തുകൊണ്ടാണ് ചൈന മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ കോൾ ഫോർ ചെയ്യുന്നത്? ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം, ഫ്രീ ട്രേഡ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണം. ചൈനയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം അമേരിക്ക ഈ രീതിയിൽ തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് വൻ തിരിച്ചടിയാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അമേരിക്കയ്ക്ക് ഒരു പരിധി വരെ ഇത് നഷ്ടക്കച്ചവടം തന്നെയാണ്. പക്ഷേ അത് ലോങ് റണ്ണിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ അമേരിക്കയെക്കാളും 10 ഇരട്ടി ഇത് ദോഷം ചെയ്യുന്നത് ചൈനയ്ക്ക് തന്നെയാണ്. ചൈനയുടെ യുവാൻ എന്ന് പറഞ്ഞ കറൻസി അമേരിക്കയ്ക്കെതിരെയുള്ള മൂല്യച്ചോർച്ച 17 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു ആ രീതിയിൽ പോയി കൂപ്പൂത്തി വീണിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ഇതുവരെ ചൈനീസ് മാർക്കറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ തളർന്നു കിടക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആൾക്കാർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഈ ഒരു മാനുഫാക്ചറിങ് ബബിൾ ബസ്റ്റിന് റെഡി ആയിരിക്കുകയാണ് ചൈന. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇന്ന് പറയേണ്ട ഒരു മെസ്സേജ്. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളിൽ ഓരോ പ്രോഡക്റ്റ്, ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റ്, ഓരോ സെക്ഷൻ വൈസ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല വിധത്തിൽ പല രീതിയിലുള്ള ഫിഗേഴ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്നലത്തെ വീഡിയോയിൽ തന്നെ സോയാബീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ പല വിഷയങ്ങൾ നമുക്ക് ഇതിനകത്ത് ചൈനയുമായിട്ട് നമുക്ക് എടുത്ത് സംസാരിക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഇതിലൊരു ഔട്ട്ലൈൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം ചെയ്തത്. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായല്ലോ ചൈന അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ഡോളർ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക ഇപ്പം ഇത്രയും കാലം ഇല്ലാണ്ട് ഈ ഒരു ടൈമിൽ ട്രംപിന്റെ പീരീഡിൽ ഇതിനെ തിരിച്ചടിക്കുന്നു, റിട്ടാലിയേറ്റ് ചെയ്യുന്നു. അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ട് അമേരിക്കയ്ക്ക് നല്ലൊരു ഭാവി തന്നെ ഉണ്ടാവും. പക്ഷെ അതേ അറ്റ് എ ടൈമിൽ എൻറ്റയർ ഗ്ലോബലിനെ ഈ ഒരു പ്രഷറിൽ ഇട്ടത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു തിരിച്ചടി നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അതേസമയം സ്പെസിഫിക് ആയിട്ട് ചൈനയ്ക്ക് മാത്രം ഈ താരിഫ് ഇമ്പോസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 by 1 ആയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡെഫിസിറ്റ് ഉള്ളത് ചൈനയുമായിട്ടാണ്. അപ്പൊ ചൈനയെ ആദ്യം കൺഫർട്ട് ചെയ്യാം. 1-to-1 മീറ്റിംഗിലേക്ക് വിളിച്ച് ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിലേഷൻഷിപ്പിൽ സംസാരിച്ച് ബേസിക്കലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പോളിസികൾ ഓരോ രാജ്യവുമായിട്ട് ട്രേഡ് പോളിസികൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വളരെ നല്ലതാണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നത് ട്രംപ് ഇംപ്ലിമെന്റ് ചെയ്ത മെത്തേഡ് വളരെ റോങ് ആണ്. ഈ മെത്തേഡിൽ പോയത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അമേരിക്കയിൽ ഉണ്ടായ ആ ഒരു തിരിച്ചടി വരെ സംഭവിച്ചത്. ഈ ഒരു ഷേക്കനിങ് ഉണ്ടാവില്ലായിരുന്നു. അതില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. കാരണം ഇതിന്റെ ഇംപ്ലിമെന്റേഷനിൽ വന്ന ആ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ഐഡിയ, ചൈന അമേരിക്ക തമ്മിലുള്ള പ്രശ്നം എന്താണെന്നതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ ഇവിടെ തരാൻ ശ്രമിച്ചത്. അപ്പൊ അത് പരമാവധി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും വേറൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.